फिर से एक अच्छा अवसर दिया है। നമുക്ക് കർത്താവിൽ വളരെ പ്രത്യാശയുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. हमारे सामने अभी जो बचे हुए दिन हैं, सब आशा से भरे हुए आशापूर्वक दिन है। പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രത്യാശയുടെ ഒരു കിരണം നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ കാരണം അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. आज हम लोग मनन करेंगे क्यों हमारे जीवन से आशा का किरण कम होने लगता है। നമ്മൾ ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും, സ്വർഗസ്ഥലങ്ങളിലേക്ക് എടുക്കപ്പെടും. ആദ്യകാല നൂറ്റാണ്ട് മുതൽ ഈ കാലഘട്ടം വരെയും വിശുദ്ധന്മാർ തുടർന്നു വന്ന ഏക പ്രത്യാശ ഇതൊന്നു മാത്രമാണ്. സഭയ്ക്കുള്ള ഏക പ്രത്യാശ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്ന ആ അനുഗ്രഹമാണ്. हम लोग बहुत जल्दी उठा लिए जाने वाले हैं, वो दिन बहुत नजदीक आ रहा है। पहला सप्ताह से लेकर फर्स्ट सेंचुरी से लेकर से तभी के भाई लोगों के अंदर से सबसे बड़ा आशा वो इसी विषय में था कि प्रभु बहुत जल्दी आएगा और मंडली को कलीसिया को लेकर जाएगा। അതിന് ദൈവം നമ്മളെ യോഗ്യരാക്കി തീർത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലെ സ്പഷ്ടമായിട്ട് വരുമ്പോൾ അനുദിനം നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ദൈവം അത് പൊസിഷനലി നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഡിസ്പൊസിഷനലി എന്ന് പറഞ്ഞാൽ അത് നമ്മുടേതായിരിക്കുന്ന അനുദിന ജീവിതത്തിൽ അത് സബ്ജക്റ്റീവ് ആക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. तो प्रभु ने हमको हमारे लिए जो किया हुआ जो कार्य जिसके वजह से हमको आनंद मिलता है, अब वही मसीह का कार्य को हमारे प्रतिदिन का जीवन में अनुभव में भी लाना हमें जरूरी है। तो प्रभु ने एक बार स्थानीय रीति से प्रभु ने वो बात तो पूरा कर दिया है, परंतु अनुभव के विषय में जब आते समय में हमें प्रभु के साथ सहयोग में बने रहना है। ക്രിസ്തുവിനാൽ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. കർത്താവിനാൽ ജീവിക്കുക. कहने का मतलब यही है कि हमें मसीह के लिए जीना, मसीह के साथ जीना, वही है अनुभवी जीवन को कहते हैं। അത് ഒരു പ്രവചനപരമായിട്ട് എക്ലിസിയാസ്റ്റിക്സിലെ ഒരു വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ സഭാപ്രസംഗി सभा उपदेश में हम लोग एक बात हम देखते हैं जो भविष्यवाणी की रीति से बोला गया है। 9ാം അധ്യായത്തിന്റെ 8ാം വാക്യം വായിക്കുമ്പോൾ 9:8 में हम पढ़ते हैं, 9:8 നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. तेरे वस्त्र सदा उज्ज्वले रहे और तेरे सिर पर तेल की घटी ना हो। ഈ രണ്ട് കാര്യവും ദൈവം തന്റെ ജനത്തിനു വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത് തീർത്തൊരു കാര്യമാണ്. ये दोनों बातें प्रभु ने अपने लोगों के लिए पहले से ही करके रख दिया है। കാരണം നിന്റെ വസ്ത്രം വെള്ളയായിരിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും വെള്ളയായിരിക്കട്ടെ. നമ്മളെ അശുദ്ധരായിരുന്നു, പാപികളായിരുന്നു, ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധരാണ് എന്നുള്ളവരെയാണ് അത് ഉദ്ദേശിക്കുന്നത്. तेरा वस्त्र हमेशा उज्ज्वले रहे या सफेद रहे है, उसका सही मतलब क्या है कि मसीह में जो हमें जो शुद्धता का जो मिल चुका है वो हमेशा उसमें बने रहे। അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ വിശുദ്ധരായി തീർന്നപ്പോൾ നമ്മളിൽ ആ വിശുദ്ധിയുടെ അനുഗ്രഹമായ പ്രത്യാശയും സന്തോഷവും നമുക്ക് അനുഭവമാക്കി തരുന്ന ആത്മാവിന്റെ നിറവിനെ കുറിച്ചുമാണ് അവിടെ പറയുന്നത്. तो जो एक बार हम लोग क्योंकि हम लोग पवित्र हो चुके हैं और पवित्र में बने रहे हैं, उसी पवित्रता में बने रहकर आगे बढ़ते समय में आत्मा का कार्य भी हमारे जीवन में हो, उसी विषय में वो कहा है कि तेल का कार्य भी हमारे अंदर रहे। ദൈവരാജ്യം എന്ന് പറയുന്നത് ആ ദൈവരാജ്യത്തിലെ അംഗങ്ങളെല്ലാം ഒരു അപ്പന്റെ മക്കളാണ്. അവരെല്ലാവർക്കും അവരുടെ വസ്ത്രം വെള്ളയായി തീർന്നു. കാരണം ക്രിസ്തു ചിന്തിയ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വസ്ത്രം, അവരുടെ പ്രവൃത്തികളെല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞിട്ട് അവരെ ഒരു പുതിയ സൃഷ്ടിയാക്കി. അവർ വസ്ത്രം വെള്ളയാണ്. അവർക്ക് ആത്മാവും ഉണ്ട്. അതാണ് ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അവരുടെ സന്തോഷം ആത്മാവിലാണ്. തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യഹൂദ പശ്ചാത്തലത്തിലാണ്. കാരണം തലയിൽ എണ്ണയില്ല എന്ന് പറഞ്ഞാൽ ദൈവിക സന്തോഷം ഇല്ല എന്നാണ്. तो परमेश्वर के लोग जो है, सभी लोग परमेश्वर के राज्य के सदस्य बन चुके हैं, परमेश्वर के राज्य के लोग हैं, जहाँ पर परमेश्वर हमारा पिता बन चुका है। और ये लोग हमेशा जो प्रभु के लोगों का राज्य के, परमेश्वर के राज्य के हिस्सा हो चुके हैं, ये लोग हमेशा श्वेत वस्त्र में रहते हैं, सफेद वस्त्र में बने रहते हैं, क्योंकि प्रभु का कार्य ऐसा है कि उनको हमेशा सफेद वस्त्र का
पहना हुआ रहने का अनुभव में हालत में वो रहता है। तो हमारा जो पुराना मनुष्य का जो भी कार्य था, जो हमारा अधर्म का कार्य था, जो मैला हुआ चितरा हुआ वस्त्र था, उसको हटाकर प्रभु ने हमें एक नया सृष्टि बनाकर मसीह में हमें पहना दिया है, जिसके वजह से हम लोग हमेशा सफेद वस्त्र पहने रहते हैं। और जो तेल हमारे हमारे सिर में जो तेल की कभी गटी ना होने के विषय में, यानी कि क्या, पवित्र आत्मा का कार्य हमेशा हमारे जीवन में बने रहने के विषय में है, जो कभी गटी नहीं होना चाहिए। तो ये एक यहूदी बैकग्राउंड के विषय में है, जहाँ पर तेल लगाया जाने के विषय में यहूदी लोगों को उस विषय में उनको मालूम है, तो उस बैकग्राउंड में है वचन यहाँ पर कहता है। ഇവിടെ സഭാപ്രസംഗിയില് ദൈവത്തിന്റെ ദാസൻ ഭൗമ്യമായ ഒരു അനുഗ്രഹത്തിന്റെ കാര്യം ഒരു യഹൂദന് ദൈവം കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വ്യവസ്ഥയിലാണ്. ഒന്ന്, നിന്റെ വസ്ത്രം വെള്ളയാണെങ്കിൽ, വിശുദ്ധി ജീവിതം ഉണ്ടെങ്കിൽ നിനക്ക് ഭൗമ്യമായ കാര്യങ്ങൾ, അവിടെ അതിന്റെ 7-ാം വാക്യത്തിലുണ്ട്, നീ ചെന്ന് സന്തോഷത്തോടുകൂടെ അപ്പം തിന്നുക, ആനന്ദത്തോടുകൂടെ വീഞ്ഞു കുടിക്കുക, ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം അവനെ വിശുദ്ധനായി എണ്ണത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവന്റെ തലയിൽ എണ്ണ കുറയുന്നു. ഈ രണ്ട് കാര്യവും അവൻ ചെയ്യുന്നത് കൊണ്ട് ഭൗമ്യമായ നിലയിൽ അവന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പ്രസാദമാണ്. അതുകൊണ്ട് അപ്പം തിന്ന് ആനന്ദിക്കുക, വീഞ്ഞു കുടിക്കുക, അതൊരു യഹൂദന്റെ പഴയ നിയമത്തിലുള്ള അനുഗ്രഹമാണ്. तो उसका वाक्य 7 जब पढ़ते समय में यहूदियों को पुराने नियम में जो एक आशीष दिया था, जो शारीरिक रीति से आशीष था, जहाँ पर उनको कहा गया था कि अपना मार्ग पर चला जा, अपना रोटी तू आनंद से खा और अपना मन में सुख मन कर, अपने दाम दुन प्रिय कर करके बोलने के बाद, क्यों ऐसा हुआ है, क्योंकि परमेश्वर तेरे कामों से प्रसन्न हो चुका है। तो ये परमेश्वर अपने लोगों के कामों पर प्रसन्न होने का कारण क्या है? क्योंकि उन लोगों ने 2 बातें हैं जो मेंटेन करके रखा है, संभाल के रखा है। एक है कि उनका जो वस्त्र है वो सफेद रखा है, और उनमें तेल की कमी की कोई गटी नहीं है इसके लिए। പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമായിരിക്കുന്നത്. नए नियम में हम देखते समय में प्रभु यीशु मसीह का कार्य है जो पिता परमेश्वर को सबसे ज्यादा भाया और प्रसन्न किया। കർത്താവിന്റെ പ്രവൃത്തി നിമിത്തമാണ് ഇന്ന് നമ്മള് വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ പാപം കണക്കിടാതെ നമ്മളെ ക്രിസ്തുവിനെ നമുക്ക് വിശുദ്ധിയായി തന്നിരിക്കുകയാണ്. और नए नियम में प्रभु यीशु मसीह का कार्य की वजह से है, जो परफेक्ट सिद्ध कार्य जिसने परमेश्वर की उपस्थिति में किया, उस यीशु मसीह के कार्य की वजह से है हमें सफेद वस्त्र पहनने को मिला, कि जिसकी वजह से हम लोग परमेश्वर की उपस्थिति में हम धर्मी है। എന്നാൽ തലയിൽ എണ്ണയുടെ കുറവുള്ളത് കൊണ്ട് ദൈവം ആക്കി വെച്ച സ്ഥാനത്തിനനുസരിച്ചുള്ള ഒരു സന്തോഷവും ആനന്ദവും പ്രത്യാശയും നമുക്കില്ല. നാം ഭൂലോകരായി മനുഷ്യരായിട്ട്, അല്ലെങ്കിൽ ജഡീകരായിട്ട്, ഭൂമിയിലുള്ള മനുഷ്യരായിട്ട് പോകുന്നു. കാരണം പ്രത്യാശയില്ലാത്തവരായി ലോക മനുഷ്യരെ പോലെയുള്ള ഒരു സന്തോഷത്തിന് ഇടയായി തീരാൻ കാരണം എന്താണ്? തലയിൽ എണ്ണ കുറയുന്നു, അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന വസ്ത്രം മലിനപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അതിന് എപ്പോഴും വെള്ളയല്ല. परंतु एक विश्वासी बन जाने के बाद वो प्रभु में मिला हुआ जो सच्चा आनंद है, जो खुशी है, और तन मन से जो आनंद रहने का जो अनुभव है, और निराशा में रहकर बिना आशा का जीने का उसका कारण, उसका अनुभव वो क्यों उसके जीवन में आता है? क्योंकि उसमें जो सिर में जो तेल रखा गया था उसकी घटी हो चुकी है, और जो वस्त्र जो उसका सफेद रहना चाहिए था वो उसमें दाग आ गया है। ये कारण की वजह से विश्वासी के जीवन में हमेशा एक निराशापन का एक अनुभव होता है। അപ്പൊ നമ്മുടെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കാനും തലയിൽ എണ്ണ കുറയാതിരിക്കാനും, എന്നാൽ ആത്മാവിന്റെ നിറവ് എപ്പോഴും ഉണ്ടായിരിക്കാനും കർത്താവ് ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് അതിന്റെ പ്രായോഗിക വശത്തിലേക്ക് നമുക്ക് വരാം. तो सबसे पहला प्रभु यीशु मसीह ने हमारे जीवन में सर्वदा हमारा जो वस्त्र जो है सफेद बना रहे, और सर्वदा हमारे सर में तेल की कमी ना होने के लिए प्रभु यीशु मसीह ने हमारे लिए क्या किया है करके वो बात को हम पहला देखेंगे। उसके बाद हमारा प्रायोगिक जीवन में, हमारा प्रैक्टिकल लाइफ में, व्यक्तिगत जीवन में किस रीति से वो कार्य हमें बनाए रखना है करके भी हम देखेंगे। നമ്മുടേതായിരിക്കുന്ന വസ്ത്രം വെള്ളയായിരിക്കാനും നമ്മുടെ തലയിൽ എണ്ണ കുറയാതിരിക്കാനുമുള്ള ഒരു നടപടി കർത്താവ് മാളിക മുറിയിൽ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ താൻ മാളിക മുറിയിൽ വെച്ച് തന്റെ വെൽഫെയർ മീറ്റിംഗില്, അല്ലെങ്കിൽ താൻ ഈ ഭൂമി വിട്ടു പോകുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. तो हमारे യോഹന്നാന്റെ സുവിശേഷം
प्रभु का वो कार्य हमारे ऊपर सदा बने रहने के लिए, हमारा वस्त्र सदा सफेद रहने के लिए और सर में तेल की कमी ना होने के लिए प्रभु ने कार्य जो किया है, एक बात को देखते हैं, वो है कि प्रभु जब इस दुनिया छोड़कर जाने से पहले आखिरी बार अपने चेलों के साथ ऊपर के कमरे में रहकर आखिरी बार जब वो भोजन करते समय में किया हुआ बात को हम देखेंगे। वो है യോഹന്നാൻ का पुस्तक में हम पढ़ते हैं। യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ആദ്യം പെസഹ പെരുന്നാളിന് മുമ്പേ കർത്താവ് താൻ ഈ ലോകം വിട്ട് പിതാവിനെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് അവരെ വേർപെടുന്നതിനുള്ള ബന്ധത്തിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. तो फसह के पर्व के जब पहले ही जब वो दिन जब आया यीशु 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 जाने के लिए, तो वहां पर प्रभु एक बात समझ गया कि मेरा घड़ी जो आ पहुंची है, ये बात को देखकर वो अपने लोगों से जगत में वैसे ही प्रेम रखा और अंत तक उनसे प्रेम रखा करके हम पढ़ते हैं पहला वाक्य में। ये और जिसके वजह से प्रभु ने किस रीति से वो प्रेम को बनाए रखा और चेलों से इस विषय में कैसा आपस में प्रेम रखने का विषय में क्या करना है करके है ये अध्याय 13 में हम पढ़ते हैं। അപ്പോൾ അതിന്റെ കർത്താവ് അവിടെ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാല് കഴുകാൻ തുടങ്ങി. और फिर हम पढ़ते हैं कि प्रभु ने क्या किया, वो चेलों का पैर धोने के लिए शुरू किया। അപ്പോൾ കാല് കഴുകേണ്ട ആവശ്യകത എന്താണ്? അവിടെ നമ്മള് പത്രോസ് പറയുകയാണ് എന്റെ കാല് കഴുകരുത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ കാല് കഴുകുന്നില്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല. കർത്താവ് പറയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ കാലല്ല എന്റെ തലയും ശരീരം മുഴുവനും കഴുകണം. അപ്പൊ കർത്താവ് പറഞ്ഞൊരു വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 10-ാം വാക്യത്തിൽ वाइക്കുന്നുണ്ട്. तो वहां पर जब प्रभु ने पैर धोने के लिए शुरू किया तो हम देखते हैं कि पत्रोस ने जल्दी रोकर कहा कि हे प्रभु आप मेरा पैर नहीं धोना, जिसकी वजह से वाक्य 7 में प्रभु यीशु कहता है कि यदि अगर मैं पैर नहीं धोऊंगा तो हमारे बीच में कोई रिश्ता नहीं रहेगा। तो जिसके वजह से वाक्य 8 में पत्रोस कहता है कि ऐसा है तो फिर मेरा हाथ मेरा सर और पैर सब धो लो करके करके प्रभु कहते समय में 8 और 9 में, जिसके विषय में प्रभु वाक्य 10 में वो कहता है കുളിച്ചിരിക്കുന്നവര് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. वहां पर यीशु ने कहा कि जो ना चुका है उसे पाव के सिवा और कुछ धोने का जरूरत नहीं, അവൻ ശുദ്ധിയുള്ളവനാകുന്നു. क्योंकि वो बिल्कुल शुद्ध है। അപ്പം ഒരു കുളിയും ശുദ്ധിയും ഇതാണ് ക്രിസ്തു തന്റേതായിരിക്കുന്ന രക്തചിന്തലിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ രക്തം ചിന്തി നമ്മുടെ പാപങ്ങൾ കഴുകി. ആ പാപം കഴുകുന്നതിനെയാണ് മുഴു പാപത്തെയും കഴുകിക്കളയുന്നതിനെയാണ് ബാത്തിങ് അല്ലെങ്കിൽ കുളിച്ചിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. दो बातें यहाँ पर हम देखते हैं, एक है नहाना, दूसरा है धोना। तो वो ये दो बातें विश्वासियों के जीवन में होता है। तो एक विश्वासी के जीवन में संपूर्ण रीति से प्रभु ने उनका क्रूस में लहू बहाने की वजह से सारा पापों का जो पाप क्षमा करके उसको उद्धार देने का जो अनुभव को कहते हैं वो ना चुका है, जिसकी वजह से सर से लेकर पैर तक पूरा लहू से उसको धोकर शुद्ध कर दिया है, जिसकी वजह से वो ना लिया है वो अवस्था आता है, यानी कि नया जन्म का अनुभव को कहते हैं। കുളിക്കുക എന്ന് പറയുന്നത് നമ്മള് പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നതിനെയല്ല, നമ്മുടെ ജനനം മുതൽ നമുക്കുള്ള സകല പാപം എണ്ണിക്കൂടാത്ത നമ്മൾ മറന്നുപോയ നമ്മുടെ എല്ലാ പാപങ്ങളും, കൊട്ടക്കണക്കിന് പാപങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാപങ്ങൾ കർത്താവായ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ദൈവം ക്ഷമിച്ച് നമ്മളെ ദൈവത്തിന്റെ ക്രിസ്തുവിൽ നമ്മളെ വിശുദ്ധരായി എണ്ണുന്ന, നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് കുളിക്കുക എന്നുകൊണ്ട്, ബാത്തിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. तो नाना करके जब बोलते समय में ये मत समझना कि जब से हमने मेरा पापों के लिए क्षमा करो बोलकर जो हमने अंगीकार किया और फिर नया जन्म पाया तब से हमारा पापों का क्षमा हो चुका है, बाकी का नहीं है करके, वैसा नहीं है। ना लिया है मतलब क्या कि वो विश्वासी का जन्म से लेकर मृत्यु तक का उसका जो अनगिनत पाप, जो भले वो विश्वासी को मालूम हो या ना हो, उसका लाखों सब प्रकार का पाप जन्म से लेकर मृत्यु तक का सारा पापों को प्रभु ने धोकर उसको शुद्ध करने का स्टेट को कहते हैं, जिसके वजह से कहता है कि उसको निलाया है। പാപക്ഷമ കിട്ടുന്നതും നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും ഒരേ സമയം നടക്കുന്ന ഒരു കാര്യം. അതായത് നിന്റെ വസ്ത്രം വെള്ളയായി തീർന്നു, ഉടനെ എന്തുണ്ട്? തലയിൽ എണ്ണയുണ്ട് എന്ന് പറഞ്ഞാൽ
ആത്മീയമായിട്ടുള്ള സന്തോഷവും അവനുണ്ട്. तो जैसे ही वो व्यक्ति विश्वासी का पाप क्षमा हो जाता है, उसी क्षण वो आत्मा के द्वारा भर दिया जाता है या आत्मा का बपतिस्मा हो जाता है। तो ये साथ में हो जाने का अवस्था है। विश्वासी जैसे ही उसका पाप का क्षमा हो गया, उसी क्षण में उसको आत्मा भी मिल जाता है। तो यानी कि क्या कि जैसे ही उसका वस्त्र श्वेत हो गया, सफेद हो गया, उसी समय में उसको अंदर तेल भी मिल जाता है। അപ്പോൾ ഇത് പത്രോസിൽ ഇത് സംഭവിച്ചില്ല. കാരണം കർത്താവിന് അത് അവർക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു പ്രീവ്യൂ കൊടുക്കുകയാണ്. അതായത് നിങ്ങള് പത്രോസും ശിഷ്യന്മാരും രക്ഷിക്കപ്പെടുന്നത് കർത്താവ് പുനരുദ്ധാനം ചെയ്ത് കഴിഞ്ഞ് കർത്താവ് രക്തം ചിന്തതിന് ശേഷമാണ്. പിന്നീടാണ് അവർക്ക് കർത്താവ് അവരുടെ മേൽ ഊതി ആത്മാവിനെ കൊടുക്കുന്നത്. അതെല്ലാം പിന്നീടുള്ള കാര്യം. എന്നാൽ കർത്താവ് ചെയ്ത പ്രവൃത്തിയിലൂടെ അവർ കിട്ടാൻ പോകുന്ന ആത്മീയ അനുഗ്രഹത്തെയാണ്. അപ്പോൾ എപ്പോഴും വെള്ളയായിരിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് പിന്നെന്താണ്? നമ്മുടെ നടപ്പിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നമ്മുടെ മനസ്സ് ലോകത്തിലേക്ക് വീണു പോകുമ്പോൾ നമ്മൾ എന്തായിത്തീരും? നമ്മൾ വീണ്ടും മലിനപ്പെടുന്നു. അപ്പോൾ ആ മലിനപ്പെടുന്നതിനെ വീണ്ടും കഴുകി ശുദ്ധീകരിക്കാനാണ് കാൽ മാത്രം കഴുകുക എന്നുള്ളത് കൊണ്ട് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയത്. तो पत्रोस यहाँ पर जब प्रभु पत्रोस के साथ जब बात करते समय में हमें एक बात समझना, चेले में से किसी का भी नया जन्म का अनुभव उनको हुआ नहीं है, क्योंकि नया जन्म कभी होने वाला है। यीशु मसीह मरकर उनके लिए क्रूस में लहू बहाने के वजह से ही है उनको उनका पापों का क्षमा संपूर्ण रीति से मिलेगा। और फिर प्रभु ने जब आकर उनके ऊपर फूका तभी उनको आत्मा मिला। तो उसके पहले तक प्रभु एक छाया की रीति से प्रभु यहाँ पर एक बात कर रहा है कि किस रीति से उनके जीवन में नहाने का एक अवस्था होना चाहिए और एक धोने का अवस्था होना चाहिए करके प्रभु एक छाया की रीति से वहां पर समझा रहा है। तो प्रभु यहाँ पर सबसे मुख्य बात किस आधार पर रखा है कि वो है पैर धोने का सेवा के विषय में, जो एक हर एक विश्वासी के जीवन में होना चाहिए। क्योंकि जब भी हम लोग विश्वासी हो जाने के बाद, नया जन्म हो जाने के बाद हमारे जीवन में जब भी वो पाप का दाग या चितड़े जब हमारे पैर में उड़ जाने के लगने के वजह से क्या हो जाता है, हम लोग जो सफेद बने रहना चाहिए, हमारा वस्त्र जो सफेद बना रहना चाहिए था, उसमें दाग आ जाता है। तो वो दाग सफेद रहते रहने के लिए या बिना कोई दाग में ना रहने के लिए क्या करना है? विश्वासी को बार बार पैर धोने का सेवा की जरूरत है। जो एक बार ना चुका है उसको बार बार पैर धोने की जरूरत है। इसलिए उस बात को प्रभु यहाँ पर छाया की रीति से प्रभु बता रहा है कि इसके लिए तुझे अभी पैर धोना पड़ेगा। അപ്പോൾ ഇവിടെ കുളിച്ചിരിക്കുക എന്നുള്ള പദം പ്രയോഗം ഇവിടെ മാത്രമേ ഉള്ളൂ. तो ना लेना करके जो बोलने का जो शब्द है वो सिर्फ यही भाग में लिखा गया है। അത് വീണ്ടും ജനനത്തിനെയാണ് കുളിക്കുക എന്ന് അർത്ഥമാക്കുന്നത്. यानी कि नया जन्म होना चाहिए, दोबारा जन्म होना चाहिए करके शब्द को समझने के लिए है, नहाने का विषय में कहा है। എന്നാൽ വേദപുസ്തകത്തിൽ വേറെ എങ്ങും കുളി എന്നുള്ളൊരു ഭാഗം ഉദ്ധരിക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ വരുമ്പോൾ അവിടെയും വാഷിംഗ് എന്നാണ്, വീണ്ടും ജനിക്കുന്നതിനെ വാഷിംഗ് ചെയ്യുക എന്നാണ് അവിടെ നമ്മൾ എഴുതി. നമുക്ക് തീത്തോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കാം, 3-ന്റെ 6-ാം വാക്യം. और फिर उसके बाद से जब चेले लोग ने जब ये शब्द को बोलते समय में हम लोग उदाहरण के लिए एक वाक्य हम पढ़ेंगे, तीतुस का पुस्तक 1:6 में जब हम पढ़ते समय में അത് ഇതേ കാര്യമാണ് കർത്താവ് കുളിക്കുക എന്നുള്ളത് കൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം, അവിടെ ഒരു പ്രത്യാശ എന്നൊരു കാര്യം. കാരണം ഈ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിത്യതയുമായുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രത്യാശ അവനിൽ പുതുക്കപ്പെടുന്നു. അതാണ് ശരിക്കും വീണ്ടും ജനിച്ചതിന്റെ ഉദ്ദേശം. അപ്പൊ വീണ്ടും ജനിച്ച ആ വ്യക്തിക്ക് ആ പ്രത്യാശ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവനെ ദൈവം കഴുകി ശുദ്ധീകരിച്ചതിന്റെ ആ പവിത്രത നഷ്ടപ്പെടുമ്പോൾ അവന് പ്രത്യാശ നഷ്ടപ്പെടുന്നു. അപ്പൊ ഇവിടെ വായിക്കുകയാണ്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. ഇവിടെ പുനർജനന സ്നാനം ഉദ്ദേശിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെടുന്നതിനെ കുറിച്ചല്ല, വാഷിംഗ് ഓഫ് റീജനറേഷൻ. അതായത് കർത്താവ് അവിടെ പറഞ്ഞ വീണ്ടും ജനനത്തെയാണ്, വാഷിംഗ് ഓഫ് റീജനറേഷൻ. അപ്പൊ നമ്മള് വീണ്ടും ജനിച്ചപ്പോൾ ഒരു വാഷിംഗ് നടന്നു, അതാണ് നമ്മള് കുളിച്ചിരിക്കുന്നു എന്നുള്ളത് അർത്ഥമാക്കുന്നത്. तो यहाँ पर वाक्य तीतुस का पुस्तक 3:5-7 हम लोग पढ़ते समय में 7 में हम देखते हैं कि अनुग्रह से हम लोग जो धर्मी ठहरे हैं, जिसकी वजह से अनंत जीवन का आशा के अनुसार वो हमारे पर बरस बनी।
तो वो जो आशा जो हमारे ऊपर आया है, आशा के अनुसार है ये उद्धार का कार्य हमारे जीवन में होता है, क्योंकि उद्धार होने की वजह से वो आशा से वो भर जाता है। परंतु क्यों विश्वासी आशा में जो आशा उसके अंदर रहता है वो कम होने लगता है विश्वासी के जीवन में, क्योंकि प्रभु ने जो उसको उद्धार का किया हुआ कार्य से वो वंचित होकर उस उद्धार का सही अनुभव में वो विश्वासी बना ना रहने की वजह से वो आशा में जो निरंतर बने रहकर चलते रहना चाहिए था उससे वो बाहर निकल जाता है, वो दूर हो जाता है। तो वो पाप का कारण है, या वो उद्धार का बोध को सही रीति से नहीं समझा है, इसके लिए वो कमी की वजह से वो होता है। तो ये क्यों है कि प्रभु ने हमारे जीवन में क्या किया है, वो वाक्य 5 में हम देखते हैं समय में, क्योंकि उसी के द्वारा उसने हमारा उद्धार किया। ये धर्म के कारण की वजह से नहीं कि जो हमने किया है, पर अपनी दया के अनुसार एक नया जन्म के स्नान से। तो ये नया जन्म का स्नान करके, जो यहाँ पर शब्द समझते समय में कुछ लोगों को लगता है कि बपतिस्मा के बारे में वो बोला गया है, परंतु बपतिस्मा के बारे में नहीं। यीशु ने जो यूहन्ना में पतरोस को कहा कि तुझे वो नहाने के विषय में जो बोला गया था, वही सेम जो स्नान का विषय में बोला था, वही सेम बात यहाँ पर उसी स्नान के विषय में बोला, यानी कि वो एक नया जन्म उद्धार के बारे में, आत्मा का उद्धार के विषय में बोला गया है। അപ്പോൾ ഇത് തന്നെയാണ് പത്രോസ്, യോഹന്നാൻ, സോറി, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത സഭയിൽ ഉപദേശ രൂപത്തിൽ പറയുമ്പോൾ ഈ അവര് ഈ കൊരിന്ത്യര് പണ്ട് ദൈവരാജ്യത്തിന് യോഗ്യരായിരുന്നില്ല. അവർ ചെയ്ത പാപങ്ങളുടെ ഒരു പട്ടിക പറയുന്നുണ്ട്. അതായത് നമ്മള് 1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. हम लोग पौलोस भी इस विषय में कोरिन्थिय मंडली के विषय में जब बोलते समय में पहला कोरिन्थी 6 में उनका पाप का एक लिस्ट वहां पर पौलोस वहां पर कोरिन्थिय मंडली के लोगों के बारे में बताता है कि एक समय में वो लोग कैसे थे करके 6 में। അവര് അങ്ങനെയുള്ളവർ ആരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. तो वहां इस प्रकार के लोग कोई भी परमेश्वर का जो राज्य का कभी वारिस नहीं हो सकता। എന്നിട്ട് പറയുകയാണ് അതിന്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ഭാവിഷണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം. അപ്പൊ നമ്മുടെ പഴയ അവസ്ഥ പറയാണ്, കുരിന്ത്യരെ പോലെ നമ്മളും അങ്ങനെ ആയിരുന്നു, അവകാശമാക്കത്തില്ല, നമ്മൾ യോഗ്യർ. എന്നാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പ്രവർത്തിച്ച പ്രവൃത്തി നിമിത്തം നമ്മൾ വിശുദ്ധരായി തീർന്നതിന്റെ കാര്യമാണ് ഇനി പൗലോസ് പറയുന്നത്. അടുത്ത വാക്യം. तो उसमें हम लोग पहले एक समय में नया जन्म नहीं पाने से पहले, जिसका नया जन्म नहीं हुआ था, वो लोग एक समय में 9 और 10 में लिखा हुआ स्वभावों में थे, जो वेश्यगामी है, मूर्ति पूजक है, पुरुषगामी है, चोर है, लोभी है, पियक्कड़ है, गाली देने वाला, ये सब स्वभाव से भरे हुए थे, जिसकी वजह से, इस कारणों की वजह से कोई भी परमेश्वर का राज्य का वारिस नहीं हो सकता था। उसके बाद किस रीति से हम लोग प्रभु का कार्य की वजह से हम लोग पवित्र ठहरे गए हैं और धर्मी हो गए हैं करके हम लोग पढ़ते हैं। അപ്പോൾ പൗലോസ് എന്ന് പറയുമ്പോൾ എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ദൈവം ഇല്ലാത്തവരായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മള് കഴുകി നമ്മളെ ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ നമ്മൾ പ്രത്യാശയുള്ളവരാണ്, ദൈവമുള്ളവരാണ്, ഒരു അപ്പന്റെ മക്കളാണ്. അപ്പൊ അതാണ് എങ്ങനെയാണ് നമ്മൾ അതായി തീർന്നത്. 11-ാം വാക്യം, നിങ്ങളും ചിലർ ആവകക്കാരായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ, പക്ഷെങ്കിൽ ഈ പറയുന്ന കൂട്ടത്തിലുള്ള എല്ലാ പാവവും എല്ലാവരും അതുപോലെ ചെയ്തിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, നിങ്ങളും ചിലർ ആവകക്കാർ, എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി. ഇവിടെ നമ്മളെ കഴുകുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് വായിക്കുന്നത്. നമ്മളെ കഴുകുന്നത് ഈ വീണ്ടും ജനനത്തെയാണ് പറയുന്നത്, ഈ കഴുകാൻ ഉദ്ദേശിക്കുന്നത്. तो जिसकी वजह हम लोग यही स्वभाव की बातें हम लोग एफेसों का पुस्तक में भी पढ़ते समय में वहां पर पौलोस इस रीति से कहता है कि जब हमारा नया जन्म नहीं पाया तो हम लोग पाप से भरे हुए थे और अंधकार के सामर्थ्य से थे, और हम लोग आशा रहित थे, परमेश्वर रहित थे। ये सब एक पापी का दशा के बारे में है जिसका नया जन्म नहीं हुआ था। परंतु नया जन्म होने का विषय में जब बोलते समय में पहला कुरिन्थी 6 का 11 में वहां पर हम पढ़ते हैं कि तुम में से कितने ऐसे थे कि ये पाप का दशा के अवस्थे में थे, परंतु अब क्या हो गया वहां पर, प्रभु यीशु मसीह के नाम से और हमारे परमेश्वर की आत्मा से तुम धोए गए हो। तो ये तो यहाँ पर एक बात हमें स्पष्ट होता है कि पवित्र आत्मा है जो हमें स्नान कराता है। ये धोने का कार्य, जो नया जन्म का कार्य जो करता है पापी के जीवन में, वो पवित्र आत्मा आके पहला करता है। അങ്ങനെ നമ്മൾ വിശുദ്ധീകരണവും ശുദ്ധീകരണം, അതാണ് നമ്മൾ സ്ഥാനീയമായി നമ്മൾ വിശുദ്ധന്മാരാണ്, സ്ഥാനീയമായി നമ്മൾ നീതിവാന്മാരാണ്.
जिसके वजह से ये कार्य, आत्मा का ये कार्य की वजह से हम लोग धर्मी ठहराए गए, धर्मी हो गए और पवित्र हो गए, जो स्थानीय रीति से हमारा फिक्स पोजीशन हो चुका है। അപ്പം ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്, പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിന് വേണ്ടി നമ്മളെ ക്രിസ്തു ചിന്തിയ രക്തത്താൽ വീണ്ടെടുപ്പിനാൽ നമ്മളെ എന്ത് ചെയ്തു, നമ്മളെ കഴുകി. ആ കഴുകി എന്നുള്ളത് ബാത്തി, അല്ലെങ്കിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞ കുളിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ കഴുകുന്നത്. അപ്പൊ നമ്മൾ ആരാണ്? സ്ഥാനീയമായി ഇപ്പോൾ ആ വകക്കാരല്ല. ഇപ്പോൾ നമ്മൾ ആരാണ്? നമ്മളെ വിശുദ്ധരാണ്, നമ്മളെ ദീവന്മാരാണ്. तो ये पवित्र आत्मा है जिन्होंने हमारे जीवन में ये कार्य हमारे जीवन में किया। यीशु मसीह का उस क्रूस का उस कार्य की वजह से वो लहू ने क्या कर दिया, हमें धोकर शुद्ध करके हमें संपूर्ण रीति से जो दुलाया है या दिलाया है करके जो यीशु ने यूहन्ना में कहा, वो है नया जन्म का अनुभव एक विश्वासी के जीवन में लाता है। അപ്പോൾ ഇനിയും അങ്ങനെ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നീതീകരണം പ്രാപിച്ചതിന് ശേഷം വീണ്ടും ഡെയിലി നമ്മളിൽ വരേണ്ടിയ ഒരു ക്രമീകരണമാണ് ഈ ശുദ്ധീകരണം. അപ്പോൾ ആ ശുദ്ധീകരണം നഷ്ടപ്പെട്ടാൽ പ്രത്യാശയും നഷ്ടപ്പെടും. നമ്മൾ ശുദ്ധീകരിക്കപ്പെടും തോറും നമ്മുടെ തലയിൽ എണ്ണ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രത്യാശ, അല്ലെങ്കിൽ നമുക്ക് വരും രാജ്യത്തെ കുറിച്ചും കർത്താവ് പറഞ്ഞ പോയാൽ പരിശുദ്ധാത്മാവ് വരും, അവൻ എന്നെ കുറിച്ചും വരാനുള്ള കാര്യങ്ങള്, അപ്പം നിത്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തി നമുക്ക് ധൈര്യവും പ്രത്യാശയും തരുന്നത് പരിശുദ്ധാത്മാവ്. എന്നാൽ നമ്മളിൽ മാലിന്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കാല് കഴുകിയത്. കാല് കഴുകുന്നില്ല എങ്കിൽ, തുടർന്ന് കാല് കഴുകിക്കൊണ്ടേയിരിക്കുന്നില്ല എങ്കിൽ എനിക്ക് നിന്നോട് ഒരു പങ്കുമില്ല. അപ്പോൾ നമ്മൾ ഈ വിഷയമാണ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് കൺസിഡർ ചെയ്യേണ്ടത്. तो इसके लिए एक बार जो नहा लिया है, यानी कि नया जन्म हो चुका है, जिसकी वजह से परमेश्वर की उपस्थिति में वो धर्मी ठहराया गया है, पवित्र ठहराया गया हुआ वो विश्वासी, अब वो विश्वासी का जिम्मेदारी है कि वो उसी पवित्रता में आगे बढ़ते रहे, तो वो पवित्र जीवन में चलते रहे। इस जीवन में वो चलते रहते समय में उसके जीवन में जो अगर कमी आई, क्योंकि हम जानते हैं कि विश्वासी जब निरंतर चलते समय में विश्वासी के जीवन में वो जिस रीति से प्रभु ने जो उद्देश्य रखा था, वो उद्देश्य से वो दूर हो जाता है, तो तब वो क्या हो जाता है, उसका वस्त्र में मलिनता आता है और पवित्र आत्मा का जो कार्य जो उसके अंदर बढ़ते रहना चाहिए था, जो तेल बढ़ते रहना चाहिए था, वो तेल वो भरने का काम घटी में हो जाता है, कम हो जाता है। क्योंकि प्रिय पवित्र आत्मा है जो हमें सहायता करता है इस विषय में, क्योंकि पवित्र आत्मा को दिया इसीलिए था कि यीशु मसीह का सभी बातों में हमारे जीवन में बढ़ाए। तो इसके लिए है विश्वासी को विश्वासी हो जाने के बाद अभी के समय में उसका जो सबसे बड़ा लक्ष्य यह है कि वो निरंतर उसका वस्त्र को जो शुद्ध करके सफेद करके रखना है, पवित्र आत्मा में तेल की घटी ना हो। ये कार्य जो कमी जो हमारे जीवन में हमारे कमजोरी की वजह से हो जाता है, वो बात को बताने के लिए है प्रभु ने कहा कि पैर धोना पड़ेगा करके। तो वो पैर धोने से क्या होता है, वो विश्वासी जितना वो पैर धोने का अवस्था में वो रहेगा और अपने आप को शुद्ध रखेगा, उतना वो आशा में वो बढ़ते रहेगा, उतना उसके अंदर आत्मा में जो तेल की जो तेल था वो बढ़ते रहेगा, वो घटी नहीं होगा करके। तो वो उसलिए उसका वो सही चाल चलन जरूरी है, जिसके लिए यीशु ने पत्रोस को कहा कि यदि अगर मैंने तेरा पैर नहीं धोआ तो फिर मुझे तेरे साथ कोई सहभागिता नहीं रहेगा। അങ്ങനെ നമ്മൾ ഒരിക്കൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുകയാണ്, നാം ദൈവത്തിന്റെ മക്കൾ. നമുക്ക് റോമലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുകയാണ്, നാം മക്കളായി തീർന്നു, കാരണം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മളായി നിർമ്മലന്മാരായി വിശുദ്ധരായി. പരിശുദ്ധാത്മാവ് ആകുന്ന തേല് നമ്മുടെ തലയിലുണ്ട്. അപ്പൊ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ ആത്മാവിനോട് പറയുകയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് സാക്ഷി പറയുകയാണ്. इसके लिए एक व्यक्ति जिसका नया जन्म हो चुका है, उद्धार हो जाने की वजह से तुरंत उसके अंदर पवित्र आत्मा ये गवाही देता है कि वो तू अभी परमेश्वर का संतान हो चुका है। जो हम लोग रोमियो का 8:16 में हम लोग पढ़ते समय में नया जन्म पाए हुआ विश्वासी का अनुभव है, आत्मा में उसको ये गवाही मिलता है। അപ്പോൾ ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയണം നീ ദൈവത്തിന്റെ മകനാണ്. പക്ഷെ നമ്മൾ അത് കേൾക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല, നമുക്ക് ആ പ്രത്യാശ നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ കർത്താവ് ചെയ്ത പ്രവൃത്തി നമുക്ക്, അല്ലെങ്കിൽ തലയിൽ എണ്ണ കുറഞ്ഞു പോകുന്നു, വസ്ത്രം മലിനപ്പെടുമ്പോൾ ആത്മാവിന്റെ സാക്ഷ്യം പിന്നെ നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. तो ये बात विश्वासी के जीवन में विश्वासी को सुनना चाहिए। एक अवस्था है कि वो आत्मा में वो गवाही मिलता है कि
कि तू परमेश्वर का संतान है करके। परंतु जिस दिन उसको ये सुनने में कमी हो जाएगा या फिर वो विश्वासी उसमें ध्यान नहीं देता, वो सुन नहीं पाता, तो उसका मतलब क्या है कि वो क्यों ऐसा हो रहा है? क्योंकि उसका वस्त्र में दाग आ चुका है और आत्मा में जो तेल जो बढ़ना चाहिए था, बढ़ते रहना चाहिए था, वो घटी हो गया है। तो वो वस्त्र इसलिए मलिन ना करो, उसको साफ रखने के लिए प्रभु ने कहा। അപ്പോൾ നമ്മളത് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മളത് ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യം, അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മ മന്ദിരമാകും, നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ നമുക്ക് ഗ്രാഹ്യമുണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. അതിന്റെ കാര്യം എന്താണ്? ആത്മാവ് നമ്മളെ ഗ്രഹിപ്പിച്ചത് കൊണ്ട് നമുക്കറിയാം. तो आत्मा हमारे आत्मा से ये बात कहता है, ये गवाही देता है करके जब बोलते समय में, ये कोई कान से सुनने वाली बात नहीं है, बल्कि ये हम जानने वाला अनुभव की बात है। जैसा हम लोग पहला कुरिन्थियों में पढ़ते हैं ना कि क्या तुम नहीं जानते क्या कि पवित्र आत्मा तुम में बसा है और तुम परमेश्वर के मंदिर हो करके। तो ये बात जानते हैं हम, ये कोई बोलते नहीं है, सुनते नहीं है हम, ये जानने वाली बात है। അപ്പോൾ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ ഇനിയും തലയിൽ എണ്ണ കുറയുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മാവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് ജ്ഞാനം തരിക. അപ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. तो इसके लिए अभी विश्वासी के जीवन में जो आत्मा की जो तेल की भरपूरता जो बनना चाहिए था वो ना होते हुए घटी हो जाना और वस्त्र में दाग आ जाने के अवस्थे में वो किस रीति से अभी उसमें बचना है करके विषय में हम देखते हैं। तो वो बात हम लोग पहला यूहन्ना 5 में या 8 में हम पढ़ते समय में गवाही देने के विषय में हम देखते हैं। तो वो गवाही हमारे अंदर मिलना मतलब क्या है कि वो विश्वासी अभी जान लिया है जो प्रभु उससे कहना चाहता है। അപ്പൊ സാക്ഷി പറയുന്നവർ മൂവരുണ്ട്. നമ്മൾ അതിന്റെ 5-ന്റെ 8-ാം വാക്യത്തിൽ വായിക്കുകയാണ്. और हम 5 का 8 में पहला यूहन्ना में हम पढ़ते हैं कि जो गवाही देने वाले 3 हैं। അവിടെ നമ്മുടെ മലയാളത്തിൽ അതിന്റെ പൂർണ്ണ ഇത് വന്നിട്ടില്ല. സാക്ഷി പറയുന്ന സ്വർഗത്തിൽ 3 പേരുണ്ടെന്നാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് പിന്നെ ഭൂമിയിൽ സാക്ഷി പറയുന്ന 3 പേരുണ്ടെന്നാണ്. അപ്പൊ ഭൂമിയിലുള്ള സാക്ഷ്യത്തെ കുറിച്ചാണ് നമ്മുടെ 8-ാം വാക്യം വായിക്കുന്നത്. तो वहां पर जो हमारा जो परिभाषाओं में वो सही जो बातें हैं उसमें कमी कुछ वचन का कमी को हम देखते हैं। अंग्रेजी बाइबल में पढ़ते समय में वाक्य 7 में हम देखते हैं कि स्वर्ग में 3 लोग हैं जो गवाही देता है, जो है पिता, वचन और पवित्र आत्मा। और हमारा आज का विषय जो है जो वाक्य 8 में है कि पृथ्वी पर गवाही देने वाले 3 है करके भी हम देखते हैं। അപ്പോൾ ഇവിടെ ഭൂമിയിൽ സാക്ഷി പറയുന്ന 3 പേരുണ്ട്. तो भूमि में 3 लोग गवाही देते हैं। അത് ഒന്ന് ആത്മാവ്, एक है आत्मा, ജലം, पानी പിന്നെ രക്തം और लहू। അപ്പൊ ഇത് നമ്മുടേതായിരിക്കുന്ന കഴുകലിനോടുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങൾ പിന്നെയും ആവശ്യമാണ്. तो जो धुलने का विषय का जो कार्य है वो जो बार बार विश्वासी के जीवन में होना चाहिए, उसमें ये बातें ये 3 बातें विश्वासी के जीवन में कार्य करता है जो जरूरी है। ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. तो आत्मा गवाही देने वाले 3 जो आत्मा करके बोलते समय में वो पवित्र आत्मा है। അവൻ വന്നാൽ പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് ഒക്കെ നമുക്ക് ബോധ്യം വരുന്നു. അപ്പം നമ്മളിൽ ഒരു മലിനത വന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം തരികയാണ്. എന്ത് ബോധ്യം? നിനക്ക് ജലത്തിന്റെയും നിനക്ക് രക്തത്തിന്റെയും ആവശ്യമുണ്ട്. ഈ ജലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്നാനപ്പെട്ട വെള്ളത്തെ കുറിച്ചല്ല. ഈ ജലം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വചനത്തെയാണ്. കാരണം നമ്മളത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. तो इसके लिए आत्मा एक आत्मा है जो पहला व्यक्ति को बोध्य देता है, निरुत्तर करता है कि वो पापी है करके। तो आत्मा विश्वासी वो व्यक्ति के अंदर आकर ये निरुत्तर देकर बोध्य दिलाता है कि तुझे पानी का भी जरूरत है और लहू का भी जरूरत है। तो पानी करके बोलते समय में वो ये नहीं समझना कि बपतिस्मा का जरूरत है करके, वो अर्थ नहीं है। बल्कि अगर एफेसियों का पुस्तक 5वां अध्याय में पढ़ते समय में वहां पर हम देखते हैं कि पानी जो है वचन को बोला गया है। അപ്പോൾ അവിടെ നമ്മൾ എഫേസ്യ ലേഖനം 5:26 നമ്മൾ വായിക്കുന്നത് നമുക്കതൊന്ന് വായിക്കാം. നമ്മളിൽ മലിനത വരുമ്പോൾ വചനത്താലുള്ള ശുദ്ധീകരണം. എഫേസ്യ ലേഖനം 5-ന്റെ 26-ാം വാക്യം. एफेसियों का पुस्तक 5 का 26 में हम पढ़ते हैं कि जब एक विश्वासी के जीवन में कोई भी प्रकार का मलिनता आता है तो उसको एक धुलने का वो जरूरी है, शुद्ध होना जरूरी है करके 5 का 26 में। വചനത്തോട് കൂടിയ ജലസ്നാനം ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലുള്ള സ്നാനപ്പെടുത്തലിനെ കുറിച്ചല്ല. അവിടെയും വാഷിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. यहाँ पर देखो वचन के द्वारा जल की स्नान से शुद्ध करने के लिए, तो वहां पर जल का स्नान करके बोलते समय में उसको जाके जल्दी जाके पानी में डुबा कर बपतिस्मा तो करके वहां पर नहीं बोला। देखो क्योंकि स्नान करके
वाक्य को पढ़ते समय में, उसका अर्थ वो नहीं है। നമ്മള് വചനം വായിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ഹോളി സ്പിരിറ്റ് നമുക്കൊരു കഴുകൽ തരുന്നുണ്ട്. क्योंकि जब हम वचन पढ़ते समय में ये वचन क्या करेगा, पवित्र आत्मा ये वचन के द्वारा हमारे जीवन में एक धोने का कार्य करेगा। നമ്മുടെ ആത്മീയ നടപ്പിന് തടസ്സം വന്നപ്പോൾ നമ്മളെ വീണ്ടും കഴുകാൻ വേണ്ടി, അതാണ് കർത്താവ് പത്രോസിന്റെ കാല് കഴുകി ഉദ്ദേശിക്കുന്നത്. हमारे जीवन में जो भी हमारा शारीरिक कार्यों की वजह से जब रुकावट आ जाता है, तो ये आत्मा का कार्य है उस रुकावट को हटाकर वापस हमारा आत्मिक चाल चलन को सुधारे, जिसकी वजह से जो यही बात बताने के लिए प्रभु ने पत्रोस का पैर धोने का के द्वारा बता रहा था। അതാണ് നമ്മൾ 15 അധ്യായം യോഹന്നാൻ 15:3 വായിക്കുന്നുണ്ട്. वही हम लोग യോഹന്നാൻ 15:3 में जब हम पढ़ते हैं, ഞാൻ ഇപ്പോൾ നിന്നോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. मैंने വചനമാണ് നമ്മള് അവിടെ വെള്ള അക്ഷരീയമായ വെള്ളത്തെ കുറിച്ചല്ല. യോഹന്നാൻ 15:3 യോഹന്നാൻ 15:3 में मैं बोला हुआ वचन के द्वारा है तुम लोग अभी शुद्ध होते हो करके वहां पर प्रभु कहता है, तो वो जल नहीं है बल्कि वचन के बारे में बोला गया है। 15 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ तुम तो उस वचन के कारण जो मैंने तुमसे कहा शुद्ध हो। അവിടെ ഞാന് ഇങ്ങനെ വായിക്കുന്നത്, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം. ആ വചനം ഇപ്പോൾ ക്രിയാത്മകമായിട്ട് അവരിൽ ആക്ട് ചെയ്യുകയാണ്. तो मतलब वो उस वचन यानी कि अभी जो वचन मैंने तुमको बोला, वो वचन क्या किया, उनके जीवन में क्रिया कर कर उनके जीवन में कार्य हो रहा है। നമ്മൾ തന്നെ വചനം വായിക്കുമ്പോൾ ശുദ്ധീകരണം പ്രാപിക്കത്തില്ല, കാരണം നമ്മൾ അക്ഷരമായിട്ട് മാറുകയും അത് ജ്ഞാനം. എന്നാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളിലുള്ള മാലിന്യം പരിശുദ്ധാത്മാവിനാൽ നമുക്കത് ഗ്രഹിപ്പിച്ചു തരുമ്പോൾ അത് നമുക്ക് ജീവനായി തീരും. കാരണം ആത്മാവിന്റെ സഹായം കൂടാതെ വചനം വായിച്ചാൽ നമ്മളിൽ ശുദ്ധീകരണം വരുത്തില്ല. അത് ജ്ഞാനമായിട്ട് അല്ലെങ്കിൽ അറിവായിട്ട് മാത്രമേ മാറുകയുള്ളൂ. तो हम लोग सिर्फ हम लोग अकेला बैठकर जब वचन पढ़ते समय में और अकेले में जब वो अकेला सिर्फ वचन ही पढ़ रहे हैं, तो उसमें शुद्धता का कारण नहीं होगा, क्योंकि वचन पढ़ते समय में पवित्र आत्मा है हमें हमारे जीवन में जो हमारे अशुद्धता का बोध दिलाकर, वो पवित्र आत्मा है वो अशुद्धता से शुद्ध करता है। तो इसके लिए वचन पढ़ते समय में पवित्र आत्मा कार्य करना बहुत जरूरी है, तो ही वो शुद्धिकरण का कार्य उसमें होगा। അപ്പൊ കർത്താവ് പറയുന്ന വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനും ആത്മാവുമാകുന്നു. प्रभु जो वचन बोलता है, जो कहा है, वो जीवन और आत्मा है। നമുക്ക് ആ ഒരു വാക്യം കൂടെ വായിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം യോഹന്നാൻ का सुसमाचार 6 का അതിന്റെ 63 വാക്യം വായിക്കുമ്പോൾ उसका 63 में हम पढ़ते हैं, आत्मा तो जीवनदायक है, शरीर का उसमें कुछ लाभ नहीं। जो बातें എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം അതിന് ജഡം കൊണ്ട് പ്രയോജനമില്ല. കാരണം ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. तो उस शरीर में उसका कुछ लाभ नहीं, क्योंकि जो शरीर से जन्मा है वो शरीर है, इसलिए हमको उसमें कुछ लाभदायक नहीं होगा, परंतु जो आत्मा से जन्मा है उसी को ही जीवन मिलेगा। അപ്പൊ നമ്മളിൽ മലിനപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ദേഹി മലിനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വചനം വായിക്കുകയും നമ്മളെ ജീവിക്കപ്പെടുകയും ചെയ്യാനുള്ള ഒരു സന്ദർഭം കർത്താവ് ഒരുക്കുന്നതിനെയാണ് കഴുകൽ പ്രാപിക്കുക, വീണ്ടും വീണ്ടും കാല് കഴുകുക എന്ന് അർത്ഥമാക്കുന്നത്. तो हमारा अशुद्धि की वजह से क्या हो जाता है, हमारा प्राण में अशुद्धि भर जाता है। प्राण में अशुद्धि हो जाता है तो वो विश्वासी का जो एक शारीरिक विश्वासी बन जाता है और एक मृत्यु का कार्य उस पर हो जाता है, जिसकी वजह से उसके अंदर जीवन बढ़ने नहीं होगा, आत्मा कार्य करने नहीं हो पाए, क्योंकि मृत्यु आ गया है। इसके लिए प्रभु ने पत्रोस के द्वारा प्रभु वो बात बताना चाहता है कि बार बार हमें पैर धोना या भी वचन के द्वारा हमें शुद्ध करना बार बार हो जाने का जरूरी है। അപ്പൊ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, യോഹന്നാൻ 1:7 വാക്യത്തിൽ വായിക്കുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. അപ്പൊ രക്തവും നമ്മളെ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ രക്തവും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, കർത്താവിന്റെ വചനമാകുന്ന വെള്ളവും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പം ആത്മാവിനാൽ നമ്മൾ വീണ്ടും കഴുകലും ശുദ്ധീകരണവും വീണ്ടും പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ തലയിൽ എപ്പോഴും ഹോളി സ്പിരിറ്റിന്റെ നിറവും ഉണ്ടായിരിക്കും. और उतना ही नहीं, प्रभु का वचन जब पहले यूहन्ना 1 में हम लोग पढ़ते समय में, वहां पर हम वचन में हम पढ़ते हैं कि यदि तुम अपने पापों को तुम अंगीकार करो, पहला यूहन्ना 1:9 में, तो प्रभु यीशु मसीह का लहू जो है वो हमें धोकर हमें शुद्ध करता है करके हम पढ़ते हैं। तो यहाँ पर हम पढ़ते हैं कि लहू भी है जो हमारे पापों को धोकर शुद्ध करता है, और ये दोनों काम
तो वचन जो जल है वो भी हमें धोकर शुद्ध करता है और प्रभु के यीशु मसीह का लहू भी हमें धोकर शुद्ध करता है। और ये दोनों पवित्र आत्मा है जो विश्वासी के जीवन में वचन के द्वारा जो जल है लहू के द्वारा उसको शुद्धिकरण करके उसको वापस साफ करके प्रभु का उस आत्मिक जीवन के बढ़ोतरी में उसको आगे बढ़ाता है, जो एक विश्वासी के लिए सबसे बहुत जरूरी है। तभी वो विश्वासी के जीवन में क्या होगा, उसका वस्त्र हमेशा शुद्ध रहेगा, साफ रहेगा, सफेद रहेगा। और क्योंकि उसका वस्त्र हमेशा सफेद बना रहा है, कुछ भी दाग नहीं है, जिसकी वजह से उसका उसका सर में कोई तेल की गटी नहीं। നമ്മള് അപ്പം തുടർന്ന് നമ്മള് വചനത്തിലെല്ലാം കാണുന്നത് എന്താണ്? നമുക്കൊരു വാഷിംഗ് ഇല്ല എങ്കിൽ നമ്മുടെ തലയിലുള്ള ആത്മാവിന്റെ സഹായം അല്ലെങ്കിൽ ആത്മാവിന്റെ സന്തോഷം, ദൈവരാജ്യത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുകയും പ്രത്യാശയില്ലാതെ ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെക്കുന്ന നിലയിലേക്ക് നമ്മൾ ആയിപ്പോകും. അപ്പോൾ ഒരു ദൈവവൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൻ്റെതായിരിക്കുന്ന ആ യഥാർത്ഥമായ ആ പരിവേഷം എന്ന് പറയുന്നത് വെള്ളയാണ്. കർത്താവ് പിന്നെ തേജസ്കരിക്കുന്ന വെള്ളയാണ്. ദൂതന്മാരെല്ലാം വെള്ള വസ്ത്രമാണ്. പിതാവായ ദൈവം വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതായിട്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന വിശുദ്ധന്മാരും വെള്ളയായിട്ട് അവിടെ ചെല്ലണമെങ്കിൽ ഭൂമിയിൽ വെച്ച് ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് വളരെ ജ്ഞാനവും അതിന്റെ കൃപയും നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കാം. इसके लिए प्रियो जो है विश्वासी के जीवन में उसका वस्त्र हमेशा श्वेत बना रहे, सफेद बना रहे, बिना कोई दाग का बना रहना विश्वासी का जिम्मेदारी है, उसको संभाले रखना। यदि अगर वो उसे नहीं संभालेगा तो उसके अंदर आत्मा की गटी होगा, या तेल में जो भरते रहना चाहिए तो उसमें गटी हो जाएगी और आशा में वो कम हो जाएगा। और फिर हम लोग का अवस्था क्या है कि दुनिया के लोगों के समान दुनिया की बातों में हम लोग आशा रखेंगे, परंतु एक सच्चा विश्वासी कौन है? वो स्वर्ग की बातों में आशा रखता है, स्वर्ग की बढ़ोतरी के विषय में आशा रखकर स्वर्ग में प्रभु ने मेरे लिए क्या तैयार करके रखा है, उस बातों में आशा रखकर चलने वाला विश्वासी होना चाहिए। इसलिए वो बात पर कभी वो कम ना हो, हमेशा उसमें बढ़ोतरी रहे। तो इसलिए प्रियो स्वर्ग का अवस्था को अगर हम देखें तो समझे तो स्वर्ग हमेशा सफेद बातों से भरा हुआ है। हम देखते हैं कि दानिएल के पुस्तक में पढ़ते समय में परमेश्वर को हम देखते हैं सफेद वस्त्र में है। स्वर्ग में यीशु मसीह का अवस्था को भी हम स्वर्ग वस्त्र में देखते हैं। और स्वर्गदूतों का विषय में हम देखा जाए तो वो लोग सफेद वस्त्र में है करके हम पढ़ते हैं। स्वर्ग की बातें सफेद बातों से, रंगों से भरा हुआ है। और इसीलिए विश्वासी भी वहां पर सफेद वस्त्र में अगर बना रहना है तो आज यहाँ पर भूमि में वो उसको प्रभु ने जो सफेद वस्त्र जो उसको पहनाया है, उसको बिना कोई दाग सा ना रहते हुए उसको सफेदता को बनाए रखने के लिए वो यत्न करना है। അപ്പൊ നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തുടർമാനമായ കഴുകൽ രക്തത്താലും വചനത്താലും നമുക്ക് ആവശ്യമാണ്. इसके लिए हमारा वस्त्र हमेशा हमेशा सफेद बना रहे और साफ रहे, जिसके लिए आत्मा की मदद से वचन के द्वारा, वचन जो जल है और लहू, यीशु मसीह का लहू के द्वारा हमें बार बार उसे धोकर सफेद करते रहना है। അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ തലമുറ അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട് ലോകത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. हम लोग जिस पीढ़ी में अभी हम जी रहे हैं, इस पीढ़ी का जो खासियत हम देखते समय में अभी का पीढ़ी जो है संसार की बातों में और संसार में सबसे ज्यादा आशा रखकर जीने वाले लोग हैं। ऐसे पीढ़ी में हम जी रहे हैं। സദൃശവാക്യങ്ങൾ 30 അധ്യായത്തിന്റെ 12 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. तो जो नीति वचन 30 का 12 हम पढ़ेंगे। ഒരു തലമുറ അവരെന്ന് പറയുന്നാല് തങ്ങൾക്ക് തന്നെ നിർമ്മലന്മാരായി തോന്നുകയാണ്. കാരണം അവർക്ക് വിശുദ്ധിയുടെ ആവശ്യമില്ല, കഴുകലിന്റെ ആവശ്യമില്ല, കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു തലമുറ അവർ പറയുകയാണ് അശുദ്ധി കഴുകി കളയാത്ത ഒരു തലമുറ. तो वहां पर एक हम पीढ़ी को हम देखते हैं 30 का 12 में हम देखते हैं कि ऐसे लोगों में ऐसा भी एक पीढ़ी है जो अपने आप अपना ही दृष्टि में वो लोग शुद्ध है करके देखते हैं, जिसकी वजह से क्या उन लोग को धोने का जरूरत नहीं है, क्योंकि अपने ही नजरों में वो लोग शुद्ध है करके देखकर अपना गलती और अपना गंदगी को वो लोग नहीं देखते। അങ്ങനെ ഒരു തലമുറയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിനാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ ക്രൂശിൽ നമ്മളെ കുളിപ്പിച്ച് ദിവസവും കഴുകുന്ന രീതിയിൽ, കഴുകൽ എല്ലാ ദിവസവും ഉണ്ട്, കുളി ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കഴുകൽ ഉണ്ടെങ്കിൽ പ്രത്യാശ എന്നുള്ളൊരു കാര്യം നമുക്ക് നഷ്ടമായി പോവുകയില്ല. നമ്മൾ തേജസ്സിൽ എടുക്കപ്പെടുമ്പോൾ വെള്ള വസ്ത്രമുള്ളവരായിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. इसके लिए प्रियो हमें एक ऐसा पीढ़ी बनना है
जो प्रभु जिसको प्रभु के द्वारा हमें धोकर हमें शुद्ध करके हमें निष्कलंक और पवित्र परमेश्वर की उपस्थिति में जो खड़ा करके रखा है, जो यीशु मसीह का क्रूस का कार्य के द्वारा हमें मिला है, वो हम उस पीढ़ी के बने जो सर्वदा हम प्रभु यीशु मसीह ने जो किया हुआ कार्य का लाभ उठाए, जिसके वजह से यीशु मसीह ने जब क्रूस पर मरकर पुनरुद्धार होते समय में उन्होंने हमें निलाया भी और धोता भी है। तो निलाना जो है वो एक ही बार होता है, जिसकी वजह से पापी हमेशा के लिए निलाने की वजह से वो विश्वासी बन जाता है, और विश्वासी अभी उसके चाल चलन में प्रतिदिन जीते समय में वह प्रभु उसको निरंतर उसको प्रभु के आगमन तक धोते रहने का कार्य उसके अंदर होता है। यदि अगर इस बात में वो बढ़ता रहा तो क्या होगा, वो आशा से वो भर जाएगा, और आशा में उसमें कोई कमी नहीं होगी, आशा पूर्वक जिंदगी जिएगा। പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മളിൽ കുറവുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് ഒരു കഴുകൽ എനിക്ക് ആവശ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കഴുകി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശയും സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാം. വസ്ത്രം വെള്ളയായിരിക്കട്ടെ, തലയിൽ എണ്ണ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. इसलिए प्रभु ने हमारे जीवन में इतना बड़ा कार्य किया है, जो उस क्रूस के द्वारा जो उद्धार का कार्य हमारे जीवन में किया, कि एक विश्वासी अभी उस आशा में खुशी से वो जी सके। इसलिए विश्वासी हम लोग यही यत्न करते रहे, कोशिश में रहे कि हम लोग प्रभु ने जो दिया हुआ वस्त्र है वो हमेशा सफेद रखे, उसमें दाग ना रहे, और हमें जो तेल था वो घटी ना हो, उसमें बढ़ते रहे। प्रभु का आगमन तक हम आशा पूर्वक बने रहने के लिए प्रभु हम सबको सहायता करे। Praise the Lord, सौरमरे. Praise the Lord. प्रेज द लॉर्ड।